പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. അതിതീവ്ര മഴ 3 ദിവസത്തേക്ക് കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റുള്ളതിനാൽ തീരദേശ മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. അരുൺ, ഇന്നും നാളെയും കനത്ത മഴ തന്നെയാണ് 5 ജില്ലകളിലടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ കനത്ത മഴ വരുന്ന 1-2 ദിവസങ്ങളിലേക്ക് തുടരും. ഇന്നും നാളെയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ അരുൺ? അരുൺ, വരുന്ന 3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നിലവിൽ വീണ്ടും കാലവർഷ മഴ അതിശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വടക്കൻ കർണാടക തീരത്ത് നിലവിൽ ഇപ്പോൾ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന് പുറമെ പടിഞ്ഞാറൻ കാറ്റും ശക്തമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള തീരത്ത് ഇപ്പോൾ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടാണ്. അതിന് പുറമെ മലബാർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വടക്കൻ മലബാർ ഭാഗങ്ങളിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് കൂടിയാണ്. അതിതീവ്ര മഴയ്ക്ക് കൂടിയാണ് സാധ്യത നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ ഈ മലയോര അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ കർശന ജാഗ്രത പുലർത്തണം. അധികൃതർ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക നദികളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പത്തനംതിട്ട അടക്കമുള്ള തിരുവനന്തപുരം അടക്കമുള്ള ഡാമുകൾ അതുപോലെ തന്നെ നദികളൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ നദികളിൽ വീണ് 2 പേർ വളരെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിയ 2ാം ക്ലാസ്സുകാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. 300 മീറ്ററോളം മുന്നോട്ട് ഒഴുകിപ്പോയിരുന്നു. പിന്നാലെ നാട്ടുകാർ എത്തിയാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ തിരുവനന്തപുരം നെയ്യാറിൽ കുളിക്കാൻ ഇറങ്ങിയ ഒരു വിദ്യാർത്ഥി, 18 വയസ്സുള്ള വിദ്യാർത്ഥി ഒഴുകിപ്പോയ ഒരു സാഹചര്യത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് ആ കുട്ടിയും രക്ഷപ്പെടുത്തിയത്. നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കിടക്കാനോ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വാമനപുരം, അച്ചൻകോവിലർ അതുപോലെ തന്നെ മീനച്ചില നദികളൊക്കെയും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വരുന്ന 5 ദിവസം 18-ാം തീയതി വരെ തീരദേശത്ത് മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അരുൺ, താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. 5 ജില്ലകളിലടക്കം റെഡ് അലർട്ട് ഇന്നും നാളെയും ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ചക്രവാത ചുഴി വളരെ ശക്തവുമാണ്.